അസ്സലാമു അലൈക്കും. മരണത്തെ സ്വപ്നം കണ്ടാൽ മതപരമായ തകർച്ചയും ഭൗതികമായ ഉന്നതിയും ഉണ്ടാവും. കണ്ണീരൊഴുക്കുക, അലമുറയിടുക, കട്ടിൽ ചുമക്കുക തുടങ്ങിയ മരണലക്ഷണങ്ങൾ ഉണ്ടാവുകയും മറമാടാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രം. മറമാടിയതായി കണ്ടാലോ മതപരമായ യാതൊരു നന്മയും അവൻ തിരിച്ചു കിട്ടുകയില്ല. പിശാചും ഭൗതിക ചിന്തയും അവനെ അടക്കി ഭരിക്കും. ആ ജനാസയിൽ എത്ര പേർ പങ്കെടുത്തുവോ അത്രയും പേർ അവൻ്റെ അനുയായികൾ ഇതേ മാർഗം പിന്തുടരും. എന്നാൽ ഒരാൾ മരിച്ചതായി സ്വപ്നം കാണുകയും മരണത്തിൻ്റെയോ അതിൻ്റെ കർമ്മങ്ങളുടെയോ യാതൊരു ലക്ഷണവും കാണാതിരിക്കുകയോ ചെയ്താൽ അവൻ്റെ വീട്ടിൽ നിന്നും മതിലോ ഓടോ മറ്റെന്തെങ്കിലുമോ ഇടിഞ്ഞു വീഴും എന്നാണ് അർത്ഥം. മരിക്കാതെ താൻ ഖബറിൽ കിടക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ജയിലിൽ അടയ്ക്കപ്പെടുകയോ മറ്റെന്തെങ്കിലും വിഷമം നേരിടുകയോ ചെയ്യും. താൻ ഖബറ് കുഴിക്കുന്നതായി കണ്ടാൽ അവനൊരു വീട് നിർമ്മിക്കുമെന്നാണ് അർത്ഥം. ഒരു മരണപ്പെട്ട ആളുടെ കൂടെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്തതായി സ്വപ്നം കണ്ടാൽ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കും. മരിച്ചുപോയ ആൾ തനിക്ക് സുഖമാണെന്ന് പറഞ്ഞതായി കണ്ടാൽ അവന് സുഖം തന്നെയായിരിക്കും. മരിച്ചുപോയ ആൾ തന്നെക്കുറിച്ചെന്ന പോലെ മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതും സത്യസന്ധമായിരിക്കും. ഇതുപോലെ മരിച്ചുപോയ ഒരാളെ നല്ല വേഷത്തിലും സന്തോഷത്തോടെയും കണ്ടാൽ പരലോകത്ത് അവരുടെ സ്ഥിതി ശോഭനമായിരിക്കും. മോശമായ വേഷത്തിലും ദുഃഖത്തോടെയുമാണ് കണ്ടതെങ്കിൽ പരലോകത്ത് അവരുടെ സ്ഥിതി തൃപ്തികരമല്ല എന്ന് കരുതാം. മരിച്ചുപോയ ഒരാളെ രോഗിയായി കണ്ടാൽ തൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. മരിച്ച ഒരാൾ രണ്ടാമതും മരിച്ചതായി കണ്ടാൽ അവൻ്റെ കുടുംബത്തിൽ ഒരാൾ വിവാഹം കഴിക്കുമെന്നോ മരിക്കുമെന്നോ ആണർത്ഥം. മരണത്തിൻ്റെ പേരിൽ ദുഃഖപ്രകടനമുണ്ടെങ്കിൽ മരിക്കുമെന്നും ഇല്ലെങ്കിൽ വിവാഹം കഴിക്കുമെന്നും വ്യാഖ്യാനിക്കാം. ഒരു മയ്യത്ത് മാന്തിയതായി ഒരാൾ സ്വപ്നം കണ്ടാൽ ഭൗതികവും മതപരവുമായ കാര്യങ്ങളിൽ അവരെ പിന്തുടരും എന്നാണ് അർത്ഥം. മയ്യത്ത് അറിയുന്ന ആളുടേതാണെങ്കിൽ. അറിയാത്ത ആളുടെ മയ്യത്ത് മാന്തിയതായി കണ്ടാൽ സാധിക്കാത്ത കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമെന്ന് മനസ്സിലാക്കാം.